ഇന്ന് കൊല്ലത്തുനിന്ന് കോട്ടയത്തോട്ട് പാലാച്ചിനാണ് പോകുന്നത്. അവിടെ ഉള്ളവർ പുരവാസലെന്നും പറയും. നമ്മൾ ട്രെയിനിൽ ജനറലിലാണ് പോയത്. അത്യാവശ്യം തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിലും സീറ്റൊന്നും ഇല്ലായിരുന്നു. ട്രെയിൻ ഇറങ്ങി നമ്മൾ നേരെ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് അയർകുന്നത്തോട്ടാണ് പോയത്, പാലാ റൂട്ടിൽ. നമ്മളെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വരാനുണ്ടായിരുന്നു. അവരെല്ലാം വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് പാലാച്ചിന് സക്കറിയുടെ വീട്ടിലോട്ട് പോയി. അവന്റെ വീട്ടിലോട്ട് കയറുന്ന രണ്ട് സൈഡിലും ഫുള്ള് ജാതി മരമായിരുന്നു. അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. സക്കറിയുടെ അച്ഛന്റെ തറവാട് വീടായിരുന്നു. അതവര് പുതിയ രീതിയിൽ റെനോവേറ്റ് ചെയ്തെടുത്തു. ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സക്കറിയ. സിറ്റ് ഔട്ടിൽ നിന്ന് കയറുമ്പോഴത്തേക്ക് ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, 4 ബെഡ്റൂം, 4 ബാത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും അതേപോലെ തന്നെ കിച്ചണും വർക്ക് ഏരിയയാണ് താഴെ വരുന്നത്. അവിടുന്ന് മേളിലോട്ട് കയറുമ്പോൾ ഒരാൾ പൊക്കത്തിലുള്ള തട്ടായിരുന്നു. അത് അവരവിടുന്ന് പൊളിച്ച് നല്ല രീതിയിലൊരു ഫാമിലി സ്പേസ് പോലെ ആക്കിയെടുത്തു. അവിടെ തന്നെ മുകളിൽ ബാത്റൂമും വാഷ് ബേസിനും എല്ലാം വരുന്നുണ്ട്. പഴയ വീടിന്റെ മുകളിലുണ്ടായിരുന്ന ഓട് തന്നെ അവർ റീപെയിന്റ് ചെയ്താണ് ഇപ്പം മോൾ ഭാഗം ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ഫുഡും കഴിച്ച് നമ്മൾ വെളിയിൽ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇറങ്ങി. അപ്പോൾ അവരെ വീട്ടിലെ മീൻ വളർത്തുന്നൊരു കുളവും റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലവും ജാതി തോട്ടമൊക്കെ കണ്ട് അവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരു അമ്പലവും അതിന് തൊട്ട് താഴെ ഒരു ചെറിയ പുഴയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചവൻ്റെ വീട്ടിൽ ചെന്ന് അനിയത്തി, അച്ഛനെ, അമ്മയും എല്ലാവരെയും കണ്ട് ചാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ച് കൊല്ലത്തോട്ട്. രാവിലെ അങ്ങോട്ട് ഓടിപ്പടച്ച് പോയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. തിരിച്ചു വന്നപ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പണി എത്ര ആയെന്ന് കണ്ടത്. അത് തകൃതിയായിട്ട് പണിയെല്ലാം നടക്കുന്നുണ്ട്.